ഖാംനയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഖാംനയെ കൊന്നവരെ വെറുതെ വിടില്ല. തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഖാംനയി രക്തസാക്ഷിത്വം വഹിച്ചു എന്നുമാണ് IRGC പറയുന്നത്. ഖാംനയുടെ രക്തസാക്ഷിത്വം ചൂഷകർക്കെതിരായ പോരാട്ടങ്ങളുടെ തുടക്കമാണെന്നും ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ പറഞ്ഞു. അഗസ്റ്റ് സെബാസ്റ്റ്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഈ യുദ്ധത്തിൽ ഏറ്റവും സുപ്രധാനമായ നീക്കം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ഖാംനയെ കൊലപ്പെടുത്തി എന്നതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്നതും ഈ ഖാംനയുടെ മരണം തന്നെയാണ്. പക്ഷേ വൈകാരികമായി തന്നെ, വളരെ വൈകാരികമായി തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇമാം അലിയെ പോലെ തന്നെ രക്തസാക്ഷിത്വം നുകർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ പരമോന്നത നേതാവ് ഖാംനയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈകാരികമായി ഷിയ സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്താനും ആ നിലയ്ക്ക് ശക്തമായി തിരിച്ചടിക്കാനുമുള്ള പ്രേരണ നൽകുന്ന വാക്കുകൾ തന്നെയാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അഗസ്റ്റ്, എന്താണ് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണാനാവുക? ഹർഷൻ, വളരെ സുപ്രധാനവും നിർണായകവുമായ ഒരു ചരിത്ര നിമിഷം എന്ന നിലയ്ക്ക് തന്നെ അടയാളപ്പെടുത്തപ്പെടേണ്ട ദിനമാണിത്. അതായത് ഇന്നലെ നമുക്കറിയാം രാവിലെ 9:30 കൂടിയാണ് ഇറാനിൽ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേലും US-ഉം സംയുക്ത വ്യോമാക്രമണം നടത്തുന്നത്. ഈ സ്ട്രൈക്കിൻ്റെ സ്വഭാവം എന്താണ് എന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് വ്യക്തമായത്. ഇതിലെ ടാർഗറ്റ് ആരായിരുന്നു, എന്തൊക്കെ ഉണ്ടായി, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരുന്നു. ആദ്യം തന്നെ ഖമനയി അടക്കമുള്ള വലിയ നേതൃത്വത്തിൻ്റെ, അതായത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ നേതൃത്വം, IRGC അടക്കമുള്ള സൈനിക വിഭാഗങ്ങളുടെ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട്, മന്ത്രിമാരെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി നമുക്ക് ആദ്യം തന്നെ വിവരമുണ്ടായിരുന്നു. പിന്നീട് ആയത്തുള്ള അലി ഖമനയിയുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ വസതിയും അടങ്ങുന്ന കോമ്പൗണ്ടിൽ സ്ട്രൈക്ക് ഉണ്ടായി എന്ന വിവരം വരുന്നു. ആയത്തുള്ള അലി ഖമനയിയുടെ അവസ്ഥ എന്ത് എന്നത് സംബന്ധിച്ചൊരു അനിശ്ചിതാവസ്ഥയും അത് സംബന്ധിച്ച് കൃത്യം വ്യക്തത വരാത്ത സാഹചര്യവും തുടർന്നു. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതായി അഭ്യൂഹങ്ങൾ എന്ന രീതിയിൽ പ്രചരിക്കുന്നു. രാത്രി ഏറെ വൈകിയാണ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടിരിക്കാം എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ ആദ്യം തന്നെ വരുന്നത്. പിന്നീട് അത് ഇസ്രായേൽ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലി ഖമനയി കൊല്ലപ്പെട്ടു, ചരിത്രത്തിലെ ഏറ്റവും ഈവിൾ ആയിട്ടുള്ള ഭരണാധികാരി എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഖമനയുടെ മരണം അറിയിച്ചുകൊണ്ട്, US പ്രസിഡന്റ് നിലയിൽ അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. തൊട്ടു പിന്നാലെ മണിക്കൂറുകൾക്കകം തന്നെ IRGC, ആദ്യം ഇത് നമുക്കറിയാം, നോക്കുക, IRGC ആണ് ഖമനയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു സേനാദളം. ഇറാനിയൻ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഒരു ഗാർഡിയൻ സേനാദളം എന്ന നിലയ്ക്ക് തന്നെ അതിൽ അലി ഖമനയുടെ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായും IRGCയുടെ സ്ഥിരീകരണം വേണം. IRGC വൈകാതെ തന്നെ സ്ഥിരീകരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ രാജ്യത്ത് 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ അതിവൈകാരികമായൊരു അറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇറാനിയൻ വിവിധങ്ങളായ വാർത്താ ഏജൻസികളുണ്ട്, ഔദ്യോഗിക വാർത്താ ഏജൻസികളുണ്ട്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ വാർത്താ ഏജൻസികൾ ഉള്ള ഒരു ഭരണകൂട സംവിധാനമാണ് ഇറാൻ. അപ്പം നേരത്തെ IRGC ലിങ്ക്ഡ് ആയിട്ടുള്ള വാർത്താ ഏജൻസി ഫാഴ്സ്, ഇർന അടക്കമുള്ള ഒരൊക്കെ തന്നെ ഈ മരണം സ്ഥിരീകരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ആയത്തുള്ള അലി ഖമനയി രക്തസാക്ഷിത്വം വഹിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. തൊട്ടു പിന്നാലെ IRGC പ്രസ്താവന വരുന്നു, അലി ഖമനയുടെ കൊലപാതകത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു സന്ദേശം കൂടി പിന്നാലെ വരുന്നു. നമുക്കറിയാം ഈ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും വലിയ നിലക്കുള്ള ചരിത്രം കൂടിയുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് ആയത്തുള്ള അലി ഖമനയെ ഇല്ലാതാക്കിയതിലൂടെ അത് ആ ചരിത്രം കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിക്ക് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത് ഇറാനിലെ
ഇറാനിലെ ഭരണകൂട മാറ്റം, റെജീം ചേഞ്ച് എന്ന് തന്നെയായിരുന്നു. നോക്കൂ, കഴിഞ്ഞ ജൂണിലെ സൈനിക നടപടിയുടെ ആ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നായിരുന്നു. ഈ ദൗത്യത്തെ ഇപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് നടത്തുന്ന ദൗത്യത്തിൻ്റെ പേര് റോറിംഗ് ലയൺ എന്നാണ്. ആ ദൗത്യങ്ങളുടെ പിന്തുടർച്ച, അതായത് ഒരിക്കൽ പോലും ഈ സൈനിക നടപടി, അതായത് അതിൻ്റെ പരിപൂർണമായ ലക്ഷ്യം നേടാൻ ഉറച്ചു തന്നെയായിരുന്നു. നമുക്ക്